ഓ, ഗുഡ് ഈവനിങ് എവരിവൺ. നിങ്ങളൊക്കെ നിങ്ങളുടെ മറ്റു പല എൻട്രൻസുകളും കഴിഞ്ഞ് CUET എന്ന് പറയുന്ന വലിയൊരു എൻട്രൻസ് പരീക്ഷ നേരിടാൻ വേണ്ടി കൊണ്ടുള്ള നിങ്ങളുടെ അവസാനഘട്ട പ്രിപ്പറേഷനുകളിലായിരിക്കും എന്നുള്ള വിശ്വാസത്തിലാണ്. കഴിഞ്ഞ കുറെ ദിവസങ്ങളായിക്കൊണ്ട് കുറെ അഡ്വാൻസ് ഇന്റിമേഷൻ സ്ലിപ്പ് വരുന്നു, അല്ലെങ്കിൽ അഡ്വാൻസ് സിറ്റി ഇൻഫർമേഷൻ വരുന്നു എന്നൊക്കെ പറഞ്ഞുകൊണ്ട് കുറെ അറിയിപ്പുകൾ സോഷ്യൽ മീഡിയയിലും മറ്റു പലയിടത്തുമായിട്ട് നമ്മളിങ്ങനെ കാണുന്നുണ്ട്. ഇന്നലെ അതുമായി ബന്ധപ്പെട്ട് എന്തോ ഒരു സംഭവം വന്നു, പക്ഷെ പലർക്കും അത് എന്താണെന്നുള്ളത് ക്ലിയർ ആയിട്ടില്ല. അപ്പോ അത് ക്ലിയർ ആക്കുക എന്നുള്ളതാണ് കേട്ടയുടെ ഇന്നത്തെ ഈ മീറ്റ് കൊണ്ടുള്ള ഉദ്ദേശം. എന്താണ് ഇപ്പൊ വന്നിട്ടുള്ള ഈ അഡ്വാൻസ് ഇന്റിമേഷൻ സ്ലിപ്പ് എന്ന് പറയുന്നത്, അല്ലെങ്കിൽ ഇനി അങ്ങോട്ടേക്ക് നമ്മൾ എന്തൊക്കെയാണ് പ്രധാനമായിട്ടും CUET യാത്രയിൽ നമ്മൾ ശ്രദ്ധിക്കേണ്ടത് എന്നുള്ളതാണ് നമ്മൾ പറയാൻ വരുന്നത്. ഒരിക്കൽ കൂടി ഞാൻ കാര്യമായ സംസാരത്തിലേക്ക് കടക്കുന്നതിന് മുമ്പ് ചോദിക്കുകയാണ്, പറയുന്നത് എന്തെങ്കിലും ഒഡിബിൾ അല്ലായ്മയോ എന്തെങ്കിലും രൂപത്തിലുള്ള ബുദ്ധിമുട്ടുകളോ ഉണ്ടോ? ഏതെങ്കിലും ചെറിയ രൂപത്തിലുള്ള ഇന്ററപ്ഷൻ, എന്തെങ്കിലും അടങ്ങാറുകൾ ഉണ്ടെങ്കിൽ ഒന്ന് പറയൂ. ഓക്കെ, ക്ലിയർ ആണ്, ഇല്ല, എല്ലാവർക്കും ക്ലിയർ ക്ലിയർ ആണ്. ആണ്. ശരി, സോ നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. ഏഹ് എന്താണ് ഇപ്പൊ വന്നിട്ടുള്ള ഈ അഡ്വാൻസ് സിറ്റി ഇന്റിമേഷൻ സ്ലിപ്പ് എന്ന് പറയുന്നത് എന്ന് പറഞ്ഞുകൊണ്ട് തുടങ്ങും. Okay. എന്താണ് അതിന്റെ പ്രാധാന്യം, അല്ലെങ്കിൽ എന്താണ് ആ സംഭവം എന്നുള്ളത് പറഞ്ഞുകൊണ്ട് നമുക്ക് എന്ത് ചെയ്യാം, നമ്മുടെ പ്രധാനപ്പെട്ട കാര്യത്തിലേക്ക് കടക്കാം. ഞാൻ എന്റെ സ്ക്രീൻ ഒന്ന് ഷെയർ ചെയ്യുന്നുണ്ട്, കുറച്ച് പേർക്ക് കാണുന്നുണ്ടാവും എന്ന് വിശ്വസിക്കുന്നു. സോ ഇതാണ് ഇപ്പോ നിലവിൽ നമുക്ക് വന്നിട്ടുള്ള NTA നോട്ടിഫിക്കേഷൻ എന്ന് പറയുന്നത്. ഈ 6-ാം തീയതി വന്ന നോട്ടിഫിക്കേഷൻ. അവർ പറയുന്നത് ഇത് അനൗൺസ്മെന്റ് ഓഫ് സിറ്റി ഓഫ് എക്സാമിനേഷൻ ഫോർ CUET UG 2024 എന്നുള്ളതാണ്. അതേപോലെ തന്നെ അത് 15, 16, 17, അതേപോലെ തന്നെ 18 തീയതികൾ കൊണ്ട് നടക്കുന്ന പെൻ ആൻഡ് പേപ്പർ മോഡിൽ നടക്കുന്ന പരീക്ഷയ്ക്കുള്ള സിറ്റി ഇന്റിമേഷൻ ആണ്. എന്താണ് ഈ പറഞ്ഞത് എന്നുള്ളത് നമുക്കൊന്ന് വ്യക്തമായിട്ടൊന്ന് മനസ്സിലാക്കാൻ വേണ്ടി ശ്രമിക്കാം. കുറച്ച് മുമ്പ്, അഥവാ ഒരു 3-4 ദിവസം മുമ്പ് ചിലപ്പോൾ നിങ്ങൾ കണ്ടിട്ടുണ്ടാകും, ഒരു ഷെഡ്യൂൾ വന്നിരുന്നു അല്ലെ? CUET-യുടെ പരീക്ഷയുടെ ഷെഡ്യൂൾ ആണെന്ന് പറഞ്ഞുകൊണ്ട് നമുക്കൊരു ഒരു PDF NTA പ്രൊവൈഡ് ചെയ്തിട്ടുണ്ടായിരുന്നു. ആ PDF-ഉം അവർ ഇതേ സിറ്റി ഇന്റിമേഷന്റെ കൂടെ എന്ത് ചെയ്തിട്ടുണ്ട്, പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട്. ഇതെന്താണെന്ന് പറഞ്ഞുകൊണ്ട് നമുക്ക് തുടങ്ങാം. മുൻപ് നിങ്ങൾ അപ്ലൈ ചെയ്യുന്ന സമയത്ത് നിങ്ങളുടെ അടുത്ത് പറഞ്ഞിട്ടുണ്ടായിരുന്നു, CUET ഒരുപാട് ആളുകൾ അപേക്ഷിക്കുന്ന ഒരു പരീക്ഷയാണ് അല്ലെ? ഏകദേശം 16 17 ഇനി എത്ര ലക്ഷം ആയിക്കോട്ടെ, അത്രയും കൂടുതൽ അപ്ലിക്കൻസ് അപേക്ഷിക്കുന്ന ഒരു പരീക്ഷയാണ്. ഏകദേശം 63 പേപ്പറുകൾ CUET-യിലുണ്ട്. 63 പേപ്പറുകൾ എന്ന് പറയുമ്പോൾ ഇംഗ്ലീഷ് പോലുള്ള, ജനറൽ ടെസ്റ്റ് പോലുള്ള, കെമിസ്ട്രിയും ബയോളജിയും അതേപോലെ തന്നെ ബയോടെക്നോളജിയോ എക്കണോമിക്സോ പൊളിറ്റിക്കൽ സയൻസോ, ഇതിനെയാണ് നമ്മൾ പേപ്പർ എന്ന് പറയുന്നത്. അങ്ങനത്തെ ഏകദേശം 63ഓളം പേപ്പറുകൾ എന്തുണ്ട്, CUET-യിലുണ്ട്. ഇപ്പൊ NTA പറഞ്ഞത്, ഈ അപ്ലിക്കേഷൻ പ്രോസസ്സിന് ശേഷം നിങ്ങളൊക്കെ രജിസ്റ്റർ ചെയ്തു, ലാസ്റ്റ് ഡേറ്റ് കഴിഞ്ഞു, നിങ്ങളുടെ ഡോക്യുമെന്റ്സ് ഒക്കെ അപ്ലോഡ് ചെയ്തു, ഫോട്ടോ അപ്ലോഡ് ചെയ്തു, ഇതിന് ശേഷം NTA എന്ത് ചെയ്യും, ഓരോ പേപ്പറുകൾക്കും അപേക്ഷിച്ച ആളുകളുടെ എണ്ണം ഒന്ന് അനലൈസ് ചെയ്യും. ഓക്കെ, ഇപ്പൊ ഇംഗ്ലീഷിന് കുറെ ആളുകൾ ഉണ്ടാവും. അപ്പൊ അങ്ങനെ റിലേറ്റീവ് ആയിട്ട് നോക്കുമ്പോൾ 63 പേപ്പർ നോക്കുമ്പോൾ അതിലൊരു 50 എണ്ണത്തിന് മറ്റുള്ളവയെക്കാട്ടിലും വളരെ കൂടുതൽ ആളുകൾ അപേക്ഷിച്ചതായിട്ട് കാണാൻ കഴിയും. ഉദാഹരണത്തിന് ജനറൽ ടെസ്റ്റ് പോലെ കൂടുതൽ യൂണിവേഴ്സിറ്റീസ് ആവശ്യപ്പെടുന്ന ഒരു പേപ്പർ ആണെങ്കിൽ, ആ രൂപത്തിൽ NTA എന്ത് ചെയ്തു, ഈ പേപ്പറുകളെ, ഈ 63 പേപ്പറുകളെ രണ്ടായിട്ട് ക്ലാസിഫൈ ചെയ്തു. റിലേറ്റീവ് ആയിക്കൊണ്ട് രണ്ടെണ്ണം വെച്ച് കമ്പയർ ചെയ്ത് നോക്കുമ്പോൾ കൂടുതൽ ആളുകൾ അപേക്ഷിച്ച പേപ്പറുകളെ ഒന്നായിട്ടും പൊതുവെ കുറവ് ആളുകൾ അപേക്ഷിച്ച പേപ്പറുകളെ മറ്റൊരു കാറ്റഗറി ആയിക്കൊണ്ട് എന്ത് ചെയ്യാണ്, NTA ക്ലാസിഫൈ ചെയ്യാണ്. എന്നിട്ട് കൂടുതൽ നമ്പർ ഓഫ് ആളുകൾ ഏറ്റവും കൂടുതൽ നമ്പർ ഓഫ് ആളുകൾ അപേക്ഷ സമർപ്പിച്ച പേപ്പർ, ജനറൽ ടെസ്റ്റ് പോലുള്ള, ഇപ്പൊ ഒരു ഉദാഹരണത്തിന് നമുക്ക് ഒന്നുകൂടി മനസ്സിലാക്കാൻ, കെമിസ്ട്രിയും ബയോളജിയും ഇംഗ്ലീഷും ജനറൽ ടെസ്റ്റും അതേപോലെ തന്നെ എക്കണോമിക്സ് പോലുള്ള, മാത്സ് പോലുള്ള പേപ്പറുകൾ ഉണ്ടല്ലോ. സ്ക്രീനിൽ ആരൊക്കെ കിടന്ന് കളിക്കുന്നുണ്ട്, ഒന്ന് ശ്രദ്ധിച്ചാൽ മതി. പിന്നെ ഇതുപോലുള്ള പേപ്പറുകൾക്ക് എന്ത് ചെയ്യാണ്, കൂടുതൽ ആളുകൾ അപേക്ഷിച്ചിട്ടുണ്ട്. സ്വാഭാവികമായിട്ടും NTA പറയാണ്, ഓക്കെ, കൂടുതൽ ആളുകൾ അപേക്ഷിച്ച പേപ്പർ ഞങ്ങൾ പെൻ ആൻഡ് പേപ്പർ മോഡിലാണ് നടത്തുക എന്നുള്ളത്. ഇതായിരുന്നു മുൻപ് നോട്ടിഫിക്കേഷൻ വന്ന സമയത്ത് NTA പറഞ്ഞത്, എന്ത്, ഹൈബ്രിഡ് മോഡിലാണ് പരീക്ഷ നടത്തുക എന്നുള്ളത്. ആ ഹൈബ്രിഡ് മോഡ് എന്താന്നുള്ളതാണ് ഇപ്പൊ നമുക്കൊന്ന് ക്ലിയർ ആയി ലഭിച്ചുകൊണ്ടിരിക്കുന്നത് എന്ന് പറയാം. അഥവാ കുറെ ആൾക്കാർ അപേക്ഷിച്ച് കഴിഞ്ഞാല് അതിനെന്ത് വേണ്ടി വരും, പരീക്ഷ നടത്താൻ നമുക്ക് ഒരുപാട് സ്പേസ് വേണ്ടി വരും അല്ലെ? ഇപ്പോ കമ്പ്യൂട്ടർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ നാട്ടിൽ അത്രത്തോളം അവൈലബിൾ അല്ല. ചിലപ്പോൾ കോഴിക്കോട് ഒരു ഉൾഗ്രാമത്തിലുള്ള ഒരാളെ സംബന്ധിച്ചിടത്തോളം സിറ്റിയുമായി ബന്ധപ്പെട്ട് അർബൻ സ്പേസിലേക്ക് എന്ത് ചെയ്യേണ്ടി വരും, പരീക്ഷ എഴുതാൻ വേണ്ടി വരേണ്ടി വരും. എന്നാൽ പെൻ ആൻഡ് പേപ്പർ മോഡ് ആണെങ്കിൽ അത്ര കണ്ടെന്തില്ല, പ്രശ്നമല്ല. ഇപ്പൊ നാട്ടിലുള്ള ഏതെങ്കിലും സ്കൂളുകളിൽ വെച്ചിട്ട് എന്ത് ചെയ്യാൻ പറ്റും, ഈ പെൻ ആൻഡ് പേപ്പർ മോഡിൽ പരീക്ഷ നടത്താൻ പറ്റും. ഡിവൈസിന്റെ ആവശ്യമില്ലല്ലോ.
അതിന് വേണ്ട റിസോഴ്സുകൾ എത്തിച്ചാൽ പോരെ, പരീക്ഷ നടത്താനുള്ള ഇൻവിജിലേറ്റേഴ്സിനും അതേപോലെ തന്നെ ഈ OMR ഷീറ്റുകളും സംഭവങ്ങളും എത്തിച്ചാൽ മതിയല്ലോ. അപ്പൊ അതുകൊണ്ടാണ് കൂടുതൽ ആൾക്കാർ അപേക്ഷിച്ച പരീക്ഷണം എന്ത് ചെയ്തത്, ഈ പറഞ്ഞ OMR രീതിയിലേക്ക് എന്ത് ചെയ്തത്, മാറ്റിയത്. കുറച്ചുകൂടി ആൾക്കാർക്ക് അവസരം കൊടുക്കുക എന്നുള്ള ഒരു 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 ലക്ഷ്യത്തിന്റെ ഭാഗമായി. അതാണ് ഈ പറഞ്ഞ ഷെഡ്യൂൾ ആയിക്കൊണ്ട് വന്നിട്ടുള്ളത്. അപ്പൊ നിങ്ങൾ അപേക്ഷിച്ച ഏതെങ്കിലും പേപ്പറുകൾ നിങ്ങൾ ഇനി ചെയ്യേണ്ടത് ഇതാണ്. നിങ്ങൾ ഈ പറഞ്ഞ സിറ്റി ഇന്റിമേഷന്റെ ഇത് എടുത്ത് നോക്കി കഴിഞ്ഞാൽ അതിൽ 3-ാമത്തെ പേജിൽ എന്തുണ്ട്, ഇതുപോലെ ഇങ്ങനെ ഫസ്റ്റ് ഒരു ഷെഡ്യൂൾ കൊടുത്തിട്ടുണ്ട്. ഷെഡ്യൂൾ ഫോർ ടെസ്റ്റ് പേപ്പേഴ്സ് ടു ബി കണ്ടക്ടഡ് ഇൻ പെൻ ആൻഡ് പേപ്പർ, അല്ലെങ്കിൽ ഓഫ്ലൈൻ മോഡിൽ സംഘടിപ്പിക്കുന്ന പരീക്ഷകൾ എന്ന് പറഞ്ഞിട്ട് അനക്ഷർ 1-ൽ ഒരു ലിസ്റ്റ് കൊടുത്തിട്ടുണ്ട്. നിങ്ങൾ ഇനി നോക്കേണ്ട ഇതാണ്, ഈ പർട്ടിക്കുലർ ഇത് നിങ്ങൾ ഡൗൺലോഡ് ചെയ്യുക, അല്ലെങ്കിൽ നിങ്ങൾക്ക് അവൈലബിൾ ആണ്. അഥവാ നിങ്ങൾക്ക് ജസ്റ്റ് ഒന്ന് എന്ത് ചെയ്താൽ മതി, സിയൂട്ടിന്റെ ഒഫീഷ്യൽ വെബ്സൈറ്റിൽ ഒന്ന് കയറിയാൽ മതി. NTA വെബ്സൈറ്റിൽ നിങ്ങൾക്ക് ഇത് കാണാൻ കഴിയും. അതിൽ നിങ്ങൾ ഇങ്ങനെ ഈ ടെസ്റ്റ് പേപ്പേഴ്സ് എന്നുള്ള ഈ ഒരു ഭാഗം നോക്കുക, കാണുന്നുണ്ടാവും എന്ന് വിചാരിക്കുന്നു. ഇതാ നിങ്ങളുടെ ഈ റൈറ്റ് സൈഡിൽ കാണുന്ന ടെസ്റ്റ് പേപ്പർ എന്നുള്ള ഭാഗങ്ങൾ ഇങ്ങനെ നോക്കി നോക്കുക. ഇതിൽ നിങ്ങൾ അപേക്ഷിച്ച പേപ്പറുകൾ ഉണ്ടോ എന്ന് എന്ത് ചെയ്യുക, ചെക്ക് ചെയ്യുക. ഓക്കെ, ഇതാ ഇങ്ങനെ താഴത്തേക്ക് വരുമ്പോൾ ഈ സോഷ്യോളജി വരെയുള്ള ഈ ലിസ്റ്റ്, അതിൽ നിങ്ങൾ അപേക്ഷിച്ച പേപ്പറുകൾ ഉണ്ടോ എന്ന് ചെക്ക് ചെയ്യുക. അങ്ങനെ ഉണ്ട് എന്നുണ്ടെങ്കിൽ, ഇപ്പൊ ഒരാൾ അപേക്ഷിച്ച ജനറൽ, അതിന്റെ നേരെ കറസ്പോണ്ടിങ് ആയിട്ടുള്ള ലെഫ്റ്റ് സൈഡ് നോക്കുക. ലെഫ്റ്റ് സൈഡിൽ നിങ്ങൾക്ക് ആ പരീക്ഷ എന്നാണ് നടക്കുന്നത് എന്ന് കാണാൻ കഴിയും. 15-ാം തീയതി മെയ് ആണ് ജനറൽ ടെസ്റ്റ് നടക്കുന്നത്. അതിന്റെ സമയം എപ്പോഴാണെന്നുള്ളത് കാണാൻ കഴിയും. 17 മണിക്കാണ്. 17 മണി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 5 മണിക്ക് വൈകുന്നേരം സ്റ്റാർട്ട് ചെയ്തിട്ട് 6 മണിയോട് കൂടി കഴിയുന്ന രൂപത്തിൽ 60 മിനിറ്റ് ഉള്ള പരീക്ഷയാണ് ജനറൽ ടെസ്റ്റിന്റെ ആക്കിയിട്ടുള്ളത്. ഇനി വേറൊരാൾ അപേക്ഷിച്ചിട്ടുള്ളത് മാത്സിനാണെന്ന് വിചാരിക്കും. മാത്സ് എന്നുള്ള സംഭവം നമുക്ക് ഇവിടെ റൈറ്റ് സൈഡിൽ കാണാം. അപ്പൊ ഇതിന്റെ നേരെ ലെഫ്റ്റ് സൈഡിലേക്ക് വന്ന് നോക്കിയാൽ 16-ാം തീയതിയാണ് എന്ത് ചെയ്യുന്നത്, ആ പരീക്ഷ നടക്കുന്നത്. മെയ് മാസം. എപ്പോഴാണ് പരീക്ഷ നടക്കുന്നത്? ഷിഫ്റ്റ് 2B ആണ്. സ്റ്റാർട്ടിംഗ് ടൈം ഇവിടെ കൊടുത്തിട്ടുള്ളത് 17:15, 5:15 സ്റ്റാർട്ട് ചെയ്യും, 6 പരീക്ഷ കഴിയും. ഈ രൂപത്തിലാണ് എന്ത് ചെയ്യുക, നിങ്ങളുടെ പരീക്ഷ എന്താണെന്നുള്ളത് നോക്കണം. ഇനി ഈ അപ്പൊ നിങ്ങൾ ചിലപ്പോൾ നോക്കിയിട്ട് പറയും, ഞാൻ അറബി കൊടുത്തിട്ടുണ്ടല്ലോ, എന്റെ അറബി കാണാനില്ല. ഞാൻ ലീഗൽ സ്റ്റഡീസ് കൊടുത്തിട്ടുണ്ടല്ലോ, എന്റെ ലീഗൽ സ്റ്റഡീസ് കാണാനില്ല. അത് പറഞ്ഞ് നിങ്ങൾ ഇറങ്ങാറാവണ്ട. അതാണ് ഞാൻ നേരത്തെ പറഞ്ഞ 2-ാമത്തെ കാറ്റഗറി. കുറച്ച് ആൾക്കാർ അപേക്ഷിച്ച പേപ്പറുകളെ എനിക്ക് എന്താ ചെയ്യുന്നത്, പഴയതുപോലെ തന്നെ കമ്പ്യൂട്ടർ അധിഷ്ഠിത പരീക്ഷ, അല്ലെങ്കിൽ കമ്പ്യൂട്ടറിലാണ് നിങ്ങൾ എന്ത് ചെയ്യേണ്ടത്, ആ പരീക്ഷകൾ എഴുതേണ്ടത്. ഇപ്പൊ ചില ആൾക്കാർ മലയാളം കൊടുത്തിട്ടുണ്ടാകും, അല്ലെങ്കിൽ സൈക്കോളജി കൊടുത്തിട്ടുണ്ടാകും, കമ്പ്യൂട്ടർ സയൻസ് അല്ലെങ്കിൽ ഇൻഫോർമേറ്റീവ് പ്രാക്ടീസസ് കൊടുത്തിട്ടുണ്ടാകും. അപ്പൊ അവർക്കൊക്കെ അവരുടെ പരീക്ഷ എങ്ങനെ തന്നെയാണ് നടക്കുന്നത്, കമ്പ്യൂട്ടർ ബേസ്ഡ് ആയിട്ട് തന്നെയാണ് എന്ത് ചെയ്യുന്നത്, നടക്കുന്നത്. അവർക്കും അവരുടെ ഡേറ്റ്സും അല്ലെങ്കിൽ അവരുടെ വിവരങ്ങൾ അറിയാൻ എന്താ ചെയ്യേണ്ടത്, ഇപ്പൊ നേരത്തെ പറഞ്ഞ അതേ സാധനമാണ്. നിങ്ങൾ നേരെ എന്ത് ചെയ്യാൻ 2-ാമത്തേതിലേക്ക് വരാം. അനക്ഷർ 2 നോക്കിക്കഴിഞ്ഞാൽ അവിടെ ഒരു ഉദാഹരണത്തിന് ഒരാൾ മലയാളം കൊടുത്തതെന്ന് വിചാരിക്കാം. അപ്പൊ നമ്മളിങ്ങനെ വന്നിട്ട് നോക്കുന്ന സമയത്ത് ഇവിടെ മലയാളം കാണാൻ കഴിയും. മലയാളം എന്നുള്ളത് നമ്മൾ ഇവിടെ കണ്ടു. അപ്പോ അയാൾ എന്ത് ചെയ്യുക, എന്നാണ് അയാളുടെ മലയാളം പരീക്ഷ എന്നറിയാൻ വേണ്ടിയിട്ട് അയാളുടെ ലെഫ്റ്റ് സൈഡിലേക്ക് പോയി നോക്കുക. 24 മെയ് 2024 എന്ത് ചെയ്യുന്നുണ്ട്, ഷിഫ്റ്റ് 1-ലായിട്ടാണ് മലയാളത്തിന്റെ സമയം കൊടുത്തിട്ടുള്ളത്. എപ്പോഴാണ് സമയം? രാവിലെ 9 മണി തൊട്ടിട്ട് 11:15 വരെയാണ് എന്ത് ചെയ്യുന്നത്, അയാളുടെ പരീക്ഷന്റെ സമയം. അപ്പൊ ചിലപ്പോൾ അയാൾ ഒരു പേപ്പർ എഴുതുന്നുണ്ടാവുള്ളൂ. ഈ പറഞ്ഞ 103, 105, 107, 111, 113 ഇങ്ങനെ കുറെ ഭാഷകൾ കൊടുത്തിട്ടില്ലേ, ഇതിലൊന്നേ എഴുതുന്നുണ്ടാവുള്ളൂ. സമയം മാത്രം എന്ത് ചെയ്താൽ മതി, അയാൾ അവിടെ ഹാളിൽ ഇരുന്നാൽ മതി. ഇത് കഴിഞ്ഞ ആയിട്ട് എന്ത് ചെയ്യാം, ആയിട്ട് പുറത്തേക്ക് ഇറങ്ങാൻ. ഓക്കെ, ഈ രൂപത്തിലാണ് എന്ത് ചെയ്യുക, നിങ്ങളുടെ എക്സാം, നിങ്ങൾ അപ്ലൈ ചെയ്ത പരീക്ഷയുടെ ഡേറ്റും സമയവും എപ്പോഴാണെന്നുള്ള മനസ്സിലാക്കുക. ഇനി നിങ്ങൾക്ക് ഉണ്ടായ ടെൻഷനെ പറ്റിയിട്ട് അടുത്തൊരു സംശയത്തിനെ പറ്റി പറഞ്ഞിട്ട് എന്ത് ചെയ്യാം, നമുക്ക് അടുത്തതിലേക്ക് വന്നത്. ഒരു സെക്കൻഡ്, ആരോ ഒരാൾ മൈക്ക് ഓൺ ആക്കിയിട്ട് കളിക്കുന്നു. ഇനി എന്താണ് ഇപ്പൊ വന്നിട്ടുള്ള ഈ ലിസ്റ്റ്, ഈ അഡ്വാൻസ് ഇന്റിമേഷൻ സ്ലിപ്പ് എന്താണെന്നുള്ളത് നമുക്ക് നോക്കിയോ. ഓക്കെ, നിങ്ങളുടെ പരീക്ഷ അത് ഇപ്പൊ നിങ്ങൾക്ക് ഡൗൺലോഡ് ചെയ്ത് നോക്കിയപ്പോൾ മനസ്സിലുണ്ടാവും, ജനറൽ ടെസ്റ്റ് അതിന് അഗൻസ്റ്റ് ആയിക്കൊണ്ട് നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഒരു പർട്ടിക്കുലർ സ്ഥലം കാണിച്ചിട്ടുണ്ടാകും, അല്ലെങ്കിൽ ഒരു പർട്ടിക്കുലർ കോഴിക്കോട് എന്നുള്ള ഒരു സിറ്റിയോ അല്ലെങ്കിൽ അങ്ങനെ എന്തെങ്കിലും ആയിക്കൊണ്ട് നിങ്ങൾക്ക് ഒരു സ്ഥലം കാണിച്ചിട്ടുണ്ടാവും അല്ലെ. അപ്പൊ ആ രൂപത്തിൽ നിങ്ങളുടെ പരീക്ഷ നടക്കുന്ന ഒരു വലിയൊരു ഏരിയ അല്ലെങ്കിൽ വലിയൊരു റീജിയൻ ആണ് അവിടെ കാണിച്ചിട്ടുള്ളത്. അപ്പൊ നിങ്ങൾ ആലോചിക്കുമ്പോൾ തോന്നി, എന്തിനാണ് ഇത് ഇറക്കിയത്? നേരെ ഞങ്ങളെ പരീക്ഷ നടക്കുന്ന സ്ഥലം ഏതാന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇപ്പൊ ഇന്ന സ്കൂളാണ്, കോഴിക്കോടുള്ള ഇന്ന സ്കൂളാണെന്നുണ്ടെങ്കിൽ അതാണ് പറഞ്ഞാൽ പോരെ. എന്തിനാണ് ഇങ്ങനെ ആദ്യം ഒരു സിറ്റി ഇറക്കുന്നത് എന്നുള്ളൊരു ചോദ്യം ഉണ്ടാവും. അത് ഒരു പക്ഷെ എല്ലാവർക്കും മനസ്സിലായിക്കൊള്ളണമെന്നില്ല. ഇപ്പോൾ നിങ്ങൾ നാട്ടിലിരുന്ന് ആലോചിക്കുമ്പോൾ പ്രത്യേകിച്ച് കേരളക്കാർക്ക് അത്ര പെട്ടെന്ന് മനസ്സിലായിക്കൊള്ളണമെന്നില്ല. ഇതുപോലെ ട്രാൻസ്പോർട്ടേഷനോ അല്ലെങ്കിൽ ഇത്ര പെട്ടെന്ന് ആക്സസിബിൾ അല്ലാത്ത കുറെ നാടുകൾ ഉണ്ടാവില്ലേ. ഇന്ത്യ ഒട്ടാകെ നടക്കുന്ന ഒരു പരീക്ഷയല്ലേ. ഉത്തരാഖണ്ഡിന്റെ ഏതെങ്കിലും ഒരു
ഓണം മൂലയിലേക്ക് പോയി കഴിഞ്ഞാൽ, അല്ലെങ്കിൽ മധ്യപ്രദേശിന്റെയോ അല്ലെങ്കിൽ രാജസ്ഥാന്റെയോ അല്ലെങ്കിൽ നോർത്ത് ഈസ്റ്റിലുള്ള ഏതെങ്കിലും ഭാഗത്തോ ഇനി അല്ലെങ്കിൽ വേറെ ഏത് സ്ഥലം ആയിക്കോട്ടെ, ഏതെങ്കിലും ഒക്കെ ഒരു പാർട്ടിലേക്ക് പോയി കഴിഞ്ഞാൽ അത്ര പെട്ടെന്ന് ട്രാൻസ്പോർട്ടേഷൻ ഫെസിലിറ്റി കിട്ടാത്ത അല്ലെങ്കിൽ അത്ര പെട്ടെന്ന് ഒരാൾക്ക് എത്തിപ്പെടാൻ പറ്റാത്ത പല ഏരിയകളിലും എന്ത് ചെയ്യും, എക്സാമിനേഷൻ സെന്റർ കിട്ടും. സോ ആ സമയത്ത് പെട്ടെന്ന് അഡ്മിറ്റ് കാർഡ് വരുന്നത് ചിലപ്പോൾ 2-3 ദിവസം മുൻപായിരിക്കും. भाई എന്ത് ചെയ്യാൻ ये क्या है पिंक कलर दूध वाला पैकेट ये लस्सी है यो അപ്പൊ എന്ത് ചെയ്യാൻ കഴിയൂല, ആ സമയത്ത് ഓടിപ്പാഞ്ഞോണ്ട് എന്ത് ചെയ്യാൻ പറ്റൂല, എക്സാമിനേഷൻ സെന്ററിലേക്ക് എത്താൻ കഴിയൂല. അപ്പൊ അതിനു വേണ്ടി മുൻകൂട്ടി അറിയിക്കുന്നതാണ് എന്ത്, ഈ സിറ്റി എവിടെയാണെന്നുള്ളത്. അപ്പോൾ അവർക്ക് അറിഞ്ഞിരിക്കാമല്ലോ ഇന്ന സ്ഥലത്താണ് സിറ്റി, അങ്ങോട്ടേക്കുള്ള ട്രാൻസ്പോർട്ടേഷൻ ഒക്കെ ആക്കണം എന്നുള്ളത്. അപ്പൊ അങ്ങനെ അവർക്ക് മുൻകൂട്ടി ഒന്നും കൂടി ഒരു ഫെസിലിറ്റേറ്റ് ചെയ്യാന്നുള്ളതിന്റെ ഭാഗമായിക്കൊണ്ട് തരികയാണ്. നമ്മളെ നാട്ടിൽ അതിന് അത്ര വലിയൊരു പ്രാധാന്യമൊന്നുമില്ല, എന്നാലും അറിഞ്ഞിരുന്നാൽ നല്ലത്. നമുക്ക് കൂടെ പോരാൻ ആരെങ്കിലും ഒക്കെ വേണമെങ്കിലും ഒക്കെ റെഡിയാക്കാമല്ലോ. അപ്പൊ നിങ്ങൾക്ക് വന്നിട്ടുണ്ടാവുന്ന സ്ലിപ്പിൽ ഈ പറഞ്ഞ രൂപത്തിലായിരിക്കും എന്തുണ്ടാവുക, കാര്യങ്ങൾ ഉണ്ടാവുക എന്ന് മനസ്സിലാക്കുക. അഡ്വാൻസ് ഇന്റിമേഷൻ സ്ലിപ്പ് നിങ്ങൾ നോക്കുന്ന സമയത്ത് അതിൽ എന്തൊക്കെ ഉണ്ടാവും, അതിലുണ്ടാവുന്ന പ്രധാനപ്പെട്ട ഡീറ്റെയിൽസ് എന്തൊക്കെയാണെന്നുള്ളത് നമുക്കൊന്ന് ബ്രേക്ക് ഡൗൺ ചെയ്യാം. ഇതിൽ ആർക്കൊക്കെ അഡ്വാൻസ് ഇന്റിമേഷൻ സ്ലിപ്പ് കിട്ടിയിട്ടുണ്ട് എന്ന് ജസ്റ്റ് ഒന്ന് കമന്റ് ചെയ്യാൻ കഴിയുമോ? ആർക്കെങ്കിലും കിട്ടാതിരുന്നിട്ടുണ്ടോ, എന്തെങ്കിലും ബുദ്ധിമുട്ടുകൾ എന്തെങ്കിലും ഉണ്ടെങ്കിൽ ഒന്ന് പറയോ? സാർ അതില് ജില്ലേന്റെ പേരല്ലേ ഉണ്ടാവുള്ളൂ, അങ്ങനെയാണോ? 60 എന്ന് പറയുമ്പോ ഇപ്പൊ ഞാന് പെർസെപ്ഷൻ ആയിട്ട് കൊടുത്തത് മലപ്പുറമാണ്, അപ്പൊ മലപ്പുറം എന്ന് മാത്രമേ കാണുന്നുള്ളൂ. അങ്ങനെയാണോ വരിക? അല്ലെങ്കിൽ ആ ഡിസ്ട്രിക്റ്റിൽ പെട്ട ഏതെങ്കിലും ഒരു സിറ്റിന്റെ പേര് തന്നെ വരുമോ? ഇല്ല, മിക്കവാറും അതൊരു ജില്ലന്റെ പേരായിരിക്കും. ഓക്കെ, അതുപോലെ ഞാൻ കൊടുത്തതിൽ അറബിക്കും അതേപോലെ ഫ്രഞ്ചും ഒരേ ടൈമിനാണ് എക്സാം, ഒരേ ഡേറ്റ് ഒരേ ടൈമിനാണ് എക്സാം പറയുന്നത്. അപ്പം അതൊന്ന് എന്താണെന്ന് ക്ലാരിഫൈ ചെയ്ത ഓക്കെ. സോ എന്താണ് ഈ പറഞ്ഞ സംഭവത്തിനുള്ള ഡൗട്ട് ക്ലിയർ ചെയ്യാൻ വേണ്ടി പോവാട്ടോ. നിങ്ങളുടെ സിറ്റി ഇന്റിമേഷൻ സ്ലിപ്പ് കണ്ട സമയത്ത് നിങ്ങൾക്ക് എന്ത് മനസ്സിലായിട്ടുണ്ടാവും? പ്രധാനമായിട്ട് ഒരു സിറ്റിന്റെ പേരായിരുന്നു അവിടെ കൊടുത്തിട്ടുണ്ടായിരുന്നത് അല്ലേ? എങ്ങനെ നിങ്ങൾ ചെക്ക് ചെയ്യാന്നുള്ളൊരു സംഭവം കുറച്ച് ആൾക്കാർ ചോദിക്കുന്നുണ്ട്. ഞാൻ ജസ്റ്റ് ഒന്ന് സ്ക്രീൻ ഷെയർ ചെയ്ത് കാണിച്ചു തരാം, മനസ്സിലാകുമെന്ന് വിചാരിക്കുന്നു. എന്റെ സ്ക്രീന് കാണുന്നുണ്ടല്ലോ അല്ലെ? വിസിബിൾ ആണെങ്കിൽ ഒന്ന് മൈക്ക് ഇതായിട്ട് ഒന്ന് പറയണം, ആണെന്ന് പറയണം. ആണോ? വിസിബിൾ ആണ്. നിങ്ങൾ ചെയ്യേണ്ട ഇതാണ്, നിങ്ങൾ CUETന്റെ ഒഫീഷ്യൽ വെബ്സൈറ്റിലേക്ക് പോവുക. CUETന്റെ ഒഫീഷ്യൽ വെബ്സൈറ്റ് എന്ന് പറയുന്നത് ഏതാണ്? അല്ലെങ്കിൽ നിങ്ങളുടെ ഈ എക്സാമുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള നിങ്ങളുടെ അറിയിപ്പുകൾ വരുന്ന വെബ്സൈറ്റ് ആണ് exams.nta.ac.in എന്ന് പറയുന്ന വെബ്സൈറ്റ്. ഇവിടെയാണ് എന്ത് ചെയ്യാറ്, നിങ്ങളുടെ പ്രധാനപ്പെട്ട ഇൻഫർമേഷൻസ് ഒക്കെ വരാറ്. അതിൽ കയറിക്കൊണ്ടൊന്ന് മുന്നോട്ട് പോകാം, അല്ലെങ്കിൽ ഇതായി കാണുന്നത് പോലെ ac.in/CUET-UG എന്നുള്ള വെബ്സൈറ്റിലേക്ക് എന്ത് ചെയ്താൽ മതി, നേരിട്ട് പോയാലും മതി. അവിടെ നിങ്ങൾ പോയി കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇതാ CUET-UG എന്നുള്ള വെബ്സൈറ്റിൽ കയറാം. അവിടെ നിങ്ങൾക്ക് മുകളിൽ ഇതാ ലേറ്റസ്റ്റ് ന്യൂസ് എന്നുള്ളടത്ത് CUET-UG കാണുന്നുണ്ടല്ലോ അല്ലെ? ഇവിടെ അഡ്വാൻസ് സിറ്റി ഇന്റിമേഷൻ ലൈവ് എന്ന് പറഞ്ഞിട്ട് ഇങ്ങനെ ഒരാള് ഓടി കളിക്കണ കാണാൻ കഴിയും. ഇവിടെ താഴത്തായിക്കൊണ്ട് എന്തുണ്ട്, CUET-UG 2024 ക്ലിക്ക് ഹിയർ ടു അഡ്വാൻസ് ഇന്റിമേഷൻ സ്ലിപ്പ് എന്ന് കാണാം. അതിൽ നിങ്ങൾ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ എന്ത് ചെയ്യാൻ പറ്റും, നിങ്ങളെ ഇങ്ങനത്തെ ഒരു വിൻഡോയിലേക്ക് കൂട്ടിക്കൊണ്ടുപോകും. അവിടെ നിങ്ങൾ നിങ്ങളുടെ അപ്ലിക്കേഷൻ നമ്പർ ടൈപ്പ് ചെയ്യുക, അതേപോലെ തന്നെ നിങ്ങളുടെ ഡേറ്റ് ഓഫ് ബർത്ത് കൊടുക്കുക. താഴെ കാണുന്ന ഈ സെക്യൂരിറ്റി പിന്ന് കൊടുക്കുക. ഈ സെക്യൂരിറ്റി പിന്ന് എന്ന് കണ്ടിട്ട് അത് വേറെന്തോ നമ്പർ ആണെന്ന് വിചാരിക്കൊന്നും വേണ്ട. ഇവിടെ നമ്മൾ ക്യാപ്ഷ എന്ന് പറയൂലേ, അതിന് ഇവിടെ സെക്യൂരിറ്റി പിന്ന് എന്നാ പറയണമെന്നുള്ളൂ, വേറെ പ്രത്യേകിച്ചൊന്നും ഇല്ല കേട്ടോ. അപ്പോൾ അത് കൊടുത്തിട്ട് നിങ്ങൾ സബ്മിറ്റ് ചെയ്ത് കഴിഞ്ഞാൽ എന്ത് ചെയ്യും, നിങ്ങളുടെ അഡ്വാൻസ് ഇന്റിമേഷൻ സ്ലിപ്പ് പ്രിന്റ് ഔട്ട് എടുക്കാൻ പറ്റുന്ന രൂപത്തിലേക്കുള്ള ഒരു വിൻഡോയിലേക്ക്, ലാൻഡിംഗ് പേജിലേക്ക് നിങ്ങളെ കൊണ്ടുപോകും. അതിൽ പെൻ ആൻഡ് പേപ്പർ മോഡിലുള്ള, അഥവാ മെയ് 15, 16, 17, 18 ഡേറ്റുകളിൽ നടക്കുന്ന പരീക്ഷകൾ അതിൽ ഏതെങ്കിലും ഒന്ന് നിങ്ങൾക്ക് ഉണ്ടെങ്കിൽ, നിങ്ങൾ അതിനെ അപേക്ഷിച്ചിട്ടുണ്ട് എന്നുണ്ടെങ്കിൽ ആ പരീക്ഷ നിങ്ങൾക്ക് ഏത് സിറ്റിയിലാണ് നടക്കുന്നത് എന്ന് എന്ത് ചെയ്യാൻ പറ്റും, അവിടെ വലത്തെ ഭാഗത്തുള്ള ടേബിളിൽ എന്ത് ചെയ്യാൻ പറ്റും, നിങ്ങൾക്ക് കാണാൻ കഴിയും. അപ്പൊ ഈ രൂപത്തിലാണ് നിങ്ങൾ എന്ത് ചെയ്യേണ്ടത്, സിറ്റി ഇന്റിമേഷൻ സ്ലിപ്പ് ഡൗൺലോഡ് ചെയ്തെടുക്കേണ്ടത് എന്ന് മനസ്സിലാക്കാം. ഓക്കെ, ഇനി നമ്മൾ പറഞ്ഞു തന്നത് എന്തോ പറഞ്ഞു ഓർമ്മിപ്പിക്കാൻ കഴിയോ? മറന്നുപോയി. ആരോ എന്തോ ചോദിച്ചിരുന്നു.
സെയിം ടൈമിലേക്ക് എക്സാം വരുന്ന കാര്യം. ഓക്കെ ഓക്കെ സെയിം ടൈമിൽ എക്സാം വരുന്നത് അല്ലെ. ഞാൻ നേരത്തെ കാണിച്ച എന്തെങ്കിലും നിങ്ങളുടെ അടുത്ത് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അവിടെ മലയാളം വരുന്നത്, അതേപോലെ തന്നെ കന്നഡ വരുന്നത്, അതേപോലെ തന്നെ ഫോർ എക്സാമ്പിൾ ജർമ്മൻ വരുന്നത്. ഇങ്ങനെ 3 പരീക്ഷ എന്താണ് ഒരേ സമയത്താണ് അവിടെ വരുന്നത് എന്ന് വിചാരിക്കാം. ഓക്കെ, അപ്പോ അതിന്റെ അർത്ഥം ഇതാണ്. ആ ഒരു സമയം നോക്കി ഞങ്ങൾക്ക് മനസ്സിലാവും 9 മണി തൊട്ടിട്ട് 11:15 വരെയാണ് എന്ത് ചെയ്യണത് ആ ഷെഡ്യൂൾ ഉള്ളത്. ഞാൻ ഒന്നുകൂടി സ്ക്രീൻ ഷെയർ ചെയ്ത് കാണിച്ചു തരാം. നിങ്ങൾക്ക് അത് കണ്ടാൽ ഒന്നുകൂടി ക്ലിയർ ആവും വിചാരിക്കുന്നത്. ഈ സ്ക്രീനിൽ നിങ്ങൾ നോക്കി കഴിഞ്ഞാൽ ഈ ഷെഡ്യൂൾ വന്ന സമയത്ത് നിങ്ങൾ നോക്കി നോക്കൂ. നിങ്ങളുടെ പരീക്ഷന്റെ സമയം ആയിക്കൊണ്ട് കൊടുത്തിട്ടുള്ളത് ഇതാ മലയാളം, അതേപോലെ തന്നെ തമിഴ്, അസമീസ്, ഗുജറാത്തി പറഞ്ഞതിന്റെ ഒക്കെ കൂടി ആയിട്ട് സമയം ആയിക്കൊണ്ട് ലെഫ്റ്റ് സൈഡിൽ കൊടുത്തിട്ടുള്ള എന്താ 9 മണി തൊട്ടിട്ട് 11:15 വരെ എന്നാണ്. അഥവാ 135 മിനിറ്റ് ആണ് കൊടുത്തിട്ടുള്ളത്. എങ്ങനെ 135 മിനിറ്റ് വരിക? ഒരു എക്സാം എത്ര മണിക്കൂറുള്ളത്? 45 മിനിറ്റ് അല്ലേ ഒരു പരീക്ഷ ഉള്ളത്. ഈ ജനറൽ ടെസ്റ്റോ മാത്സോ ഒക്കെ ആണെങ്കിലല്ലേ 60 മിനിറ്റ് ഉള്ളൂ. അപ്പൊ എന്തുകൊണ്ടാണ് ഇങ്ങനെ വന്നത് എന്ന് മനസ്സിലാക്കുക. ഒരു ഷിഫ്റ്റിൽ പ്രധാനമായിട്ട് ഒരു കമ്പ്യൂട്ടർ ബേസ്ഡ് ടെസ്റ്റ് ആണെങ്കിൽ, നിങ്ങളുടെ ഏതെങ്കിലും പരീക്ഷ കമ്പ്യൂട്ടർ ബേസ്ഡ് ആണ് നടക്കണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഒരു ഷിഫ്റ്റിൽ മാക്സിമം വരും 3 പരീക്ഷ. ഓക്കെ, അപ്പോൾ ഒരു പരീക്ഷാർത്ഥി അസമീസും ഗുജറാത്തിയും മലയാളം കൊടുത്തിട്ടുണ്ടെന്നുണ്ടെങ്കിൽ ഓൻ ഫസ്റ്റ് ഷിഫ്റ്റിൽ ഓൻ എന്ത് ചെയ്യാൻ പറ്റും? അത് 3ഉം ചെയ്യാൻ പറ്റും. ഓക്കെ, ഒരു ഉദാഹരണത്തിന് ഇപ്പൊ എന്റെ അടുത്ത് നേരത്തെ ചോദിച്ച ആള് എന്ത് ചെയ്തിട്ടുണ്ട്? അറബി കൊടുത്തിട്ടുണ്ട്, അതേപോലെ തന്നെ ലീഗൽ സ്റ്റഡീസും കൊടുത്തിട്ടുണ്ടെന്ന് വിചാരിക്കാം. അപ്പൊ അവന്റെ അറബി പരീക്ഷ നടക്കാൻ പോണത് എപ്പോഴാണ്? 21-ാം തീയതി മെയ് 21-ന് ഷിഫ്റ്റ് 1-ല് 9 മണി തൊട്ടുള്ള ഷിഫ്റ്റിലാണ് അവന്റെ പരീക്ഷ നടക്കാൻ പോകുന്നത്. അപ്പോൾ അവൻ എന്താ ചെയ്യേണ്ടത്? 21-ന് മെയ് എന്ത് ചെയ്യുക? 8:45 അവിടെ റിപ്പോർട്ടിംഗ് ടൈം ഉണ്ടാവും. റിപ്പോർട്ടിംഗ് ടൈമിൽ അവിടെ ചെല്ലുക. 9 മണിക്ക് അവിടെ ഹാളിൽ കയറി കഴിഞ്ഞാൽ കമ്പ്യൂട്ടറിൽ എന്ത് ചെയ്യും? അവന്റെ അറബിക്കിന്റെ ക്വസ്റ്റ്യൻ പേപ്പറും സംഭവങ്ങളും വരും. അവൻ ആ പരീക്ഷ എഴുതിയിട്ട് എന്ത് ചെയ്യാം? അവന്റെ സമയം കഴിഞ്ഞ് അവന് പുറത്തിറങ്ങാം. 45 മിനിറ്റ് അല്ലേ, അതോടുകൂടി അവന്റെ വിൻഡോ ക്ലോസ് ആവും. ഓക്കെ, ഇനി അടുത്ത ദിവസമാണ് അവന്റെ ലീഗൽ സ്റ്റഡീസിന്റെ പരീക്ഷ വരിക. അതെന്നാ വരിക? 22-ാം തീയതിയാണ് വരിക. 22-ാം തീയതി ഷിഫ്റ്റ് 3 ആണ്. അപ്പോൾ 22-ാം തീയതി 4:15-നാണ് എന്ത് ചെയ്യേണ്ടത്? ഓൻ ആ പരീക്ഷ എഴുതാൻ വേണ്ടി പോകേണ്ടത്. അവിടെ ആന്ത്രപ്പോളജി ലീഗൽ സ്റ്റഡീസ് നടക്കുന്നുണ്ട്. അപ്പൊ ആന്ത്രപ്പോളജി എഴുതുന്ന പോലെ അവിടെ അപ്പുറത്തൊന്നിരുന്ന് എഴുതിക്കോട്ടെ, എനിക്ക് കുഴപ്പമില്ലല്ലോ. നമുക്ക് അവിടെ എന്ത് ചെയ്യാം? നമ്മുടെ ലീഗൽ സ്റ്റഡീസിന്റെ ക്വസ്റ്റ്യൻ പേപ്പർ നമ്മളെ സിസ്റ്റത്തിൽ വരും. നമുക്കത് എഴുതാം, പുറത്ത് കറങ്ങും. ഇതാണ് ആ സംഭവം. എന്തുകൊണ്ടാണ് ഇപ്പോഴത്തെ ലിസ്റ്റില് ഈ പറഞ്ഞ സംഭവങ്ങൾ ഇല്ലാത്തതെന്ന് വെച്ച് കഴിഞ്ഞാൽ, കൃത്യമായിട്ട് NTA പറഞ്ഞിട്ടുണ്ട് ഏത് ഡേറ്റിലുള്ള ആൾക്കാരുടെ സ്ലിപ്പാണ് ഇപ്പൊ പുറത്തിറക്കിയിട്ടുള്ളത് എന്നുള്ളത്. അവിടെ നിങ്ങൾക്ക് കാണാം 15-ഉം 16-ഉം 17-ഉം 18-ഉം ഈ പറഞ്ഞ 4 ഡേറ്റിൽ പരീക്ഷ ഷെഡ്യൂൾ ആക്കിയിട്ടുള്ള ആളുകളുടെ സ്ലിപ്പ് മാത്രമേ ഇപ്പൊ വന്നിട്ടുള്ളൂ. ഈ 15, 16, 17, 18 ഡേറ്റ്സിൽ ആർക്കെങ്കിലും അവരുടെ പരീക്ഷ ഉണ്ടെങ്കിൽ അതെവിടെയാണ് എന്നുള്ള സ്ലിപ്പ് മാത്രമേ എന്ത് ചെയ്തിട്ടുള്ളൂ? ഇപ്പൊ ഔട്ട് ചെയ്തിട്ടുള്ളൂ. അതുകൊണ്ടാണ് നിങ്ങളുടെ ചില പേപ്പറുകൾ കാണാത്തത്. ആ ചില പേപ്പറുകൾ ചിലപ്പോൾ എന്തായിരിക്കും? 21, 22 അതേപോലത്തെ 20, 22, 24 പോലുള്ള കമ്പ്യൂട്ടർ അധിഷ്ഠിത ടെസ്റ്റ് ആയിരിക്കും, CBT ആയിരിക്കും. അപ്പൊ അത് അടുത്ത ഡേയ്സിൽ നടക്കുന്നതാണ്, അല്ലെങ്കിൽ അടുത്ത ഘട്ടത്തിൽ നടക്കുന്നതാണ്. അതിൻ്റെത് പിന്നീട് വരുമെന്ന് എന്ത് ചെയ്തിട്ടുണ്ട്? NTA കൃത്യമായിട്ട് ഇവിടെ താഴത്ത് പറഞ്ഞിട്ടുണ്ട്. ഇത് അവിടെ നിങ്ങൾക്ക് നോക്കിയാൽ കാണാൻ പറ്റും. സിറ്റി ഇന്റിമേഷൻ സ്ലിപ്പ് ഫോർ കമ്പ്യൂട്ടർ ബേസ്ഡ് CBT mode examination that is scheduled for 21, 22 and 24 May will be intimated later എന്ന് എന്ത് ചെയ്തിട്ടുണ്ട്? ഇവിടെ പറഞ്ഞിട്ടുണ്ട്. അപ്പൊ അത് പിന്നീട് എന്ത് ചെയ്യും? വരും. നിങ്ങളത് ഇപ്പൊ വന്നിട്ടില്ല എന്ന് ബേജാറാവണ്ട. ഇനി വന്ന ആൾക്കാർക്ക് എങ്ങനെ ഡൗൺലോഡ് ചെയ്യാന്നുള്ള സംഭവം നേരത്തെ ഒന്ന് കാണിച്ചു തന്നിട്ടുണ്ട്. നിങ്ങൾ ഒഫീഷ്യൽ ആയിട്ടുള്ള വെബ്സൈറ്റിൽ പോവാ. ഇനി അതല്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾ ജസ്റ്റ് ലോഗിൻ ചെയ്താൽ മതി. CUET-ന്റെ വെബ്സൈറ്റിൽ സമർത്ഥ് പോർട്ടലിൽ എങ്ങനെ ലോഗിൻ ചെയ്യാൻ അറിയാലോ. നിങ്ങളുടെ അപ്ലിക്കേഷൻ നമ്പർ എന്തൊക്കെ വെച്ചിട്ടാണ് കയറേണ്ടതെന്ന് ഇവിടെ പറഞ്ഞിട്ടുണ്ട്. യൂസിങ് ദെയർ അപ്ലിക്കേഷൻ നമ്പർ ആൻഡ് ഡേറ്റ് ഓഫ് ബർത്ത്. അതെല്ലാം നിങ്ങൾ അപ്ലിക്കേഷൻ നമ്പറും പാസ്വേഡും യൂസ് ചെയ്തിട്ട് എന്ത് ചെയ്യാം? CUET-ന്റെ ഒഫീഷ്യൽ വെബ്സൈറ്റിൽ കയറുക. സമർത്ഥ് പോർട്ടലിൽ നിങ്ങൾ ലോഗിൻ ചെയ്ത് കയറുക. അവിടെ നിങ്ങൾ കയറി കഴിഞ്ഞാൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും? നിങ്ങളുടെ അഡ്വാൻസ് ഇന്റിമേഷൻ സ്ലിപ്പ് ഡൗൺലോഡ് ചെയ്യാൻ ഒരു പച്ച സ്ട്രിപ്പ് അവിടെ കാണാൻ കഴിയും. ക്ലിക്ക് ചെയ്യുക, പ്രിന്റ് ഔട്ട് എടുക്കുക. ഓക്കെ, ഈ പറഞ്ഞ 4 ഡേറ്റ്സിനുള്ള നിങ്ങളുടെ പരീക്ഷന്റെ സിറ്റി ഏതാണെന്നുള്ളത് എന്ത് ചെയ്തിട്ടുണ്ടാവും? അവിടെ പറഞ്ഞിട്ടുണ്ടാവും. ഇതാണ് അഡ്വാൻസ് ഇന്റിമേഷൻ സ്ലിപ്പ് എന്ന് പറയുന്നത്. ഏകദേശം കാര്യങ്ങളൊക്കെ പറഞ്ഞിട്ടുണ്ട് എന്ന് തോന്നുന്നു. പിന്നെ ഇതൊരിക്കലും ഈ കിട്ടിയ സംഭവം ഒരിക്കലും NTA തന്നെ പറയുന്നുണ്ട്. കാൻഡിഡേറ്റ്സ് മേ പ്ലീസ് നോട്ട് ദാറ്റ് ദിസ് ഈസ് നോട്ട് ദ അഡ്മിറ്റ് കാർഡ് ഫോർ CUET UG 2024. ഇത് നിങ്ങളുടെ പരീക്ഷ നടക്കുന്ന സിറ്റി ഏതാണ് എന്ന് പറഞ്ഞുതരാൻ വേണ്ടി കൊണ്ട് മാത്രമുള്ള ഒരു സ്ലിപ്പാണ്. 15-ാം തീയതി ഒരുത്തന് പരീക്ഷ ഉണ്ടെങ്കിൽ, ഒരുത്തിക്ക് പരീക്ഷ ഉണ്ടെങ്കിൽ അത് എവിടെ നടക്കുന്നു എന്ന് പറയാൻ വേണ്ടി മാത്രമല്ല. എവിടെ എന്ന് പറഞ്ഞാൽ വലിയൊരു സ്പേസിൽ ഒരു ജില്ലയിൽ എവിടെ ഒരു സംസ്ഥാനത്തിൽ ഏത് ജില്ലയിൽ നടക്കുന്നു എന്ന് പറയാൻ വേണ്ടി കൊണ്ട് മാത്രം എന്താണ്
ഈ സ്ലിപ്പ് ഇറക്കിയിട്ടുള്ളത്. അല്ലാതെ സ്പെസിഫിക് ആയിട്ട് സെന്റർ എവിടെയാണെന്നുള്ളത് നിങ്ങളുടെ അഡ്മിറ്റ് കാർഡ് വരുന്ന സമയത്ത് നിങ്ങൾക്ക് എന്ത് ചെയ്യുള്ളൂ മനസ്സിലാവുള്ളൂ. അഡ്മിറ്റ് കാർഡ് വരുന്ന ദിവസങ്ങളിൽ വരും. ഒരു 10-ാം തീയതി തൊട്ടിട്ടൊക്കെ അഡ്മിറ്റ് കാർഡ് വരും, നമുക്ക് എന്ത് ചെയ്യാം, പ്രതീക്ഷിക്കാം. അത് വരുമ്പോൾ മാത്രമേ എന്ത് ചെയ്യുള്ളൂ, കൃത്യമായിട്ട് എവിടെയാണ് നിങ്ങളുടെ സെന്റർ എന്നുള്ളത് മനസ്സിലാവുള്ളൂ. ഇന്ന സ്കൂളില്, അല്ലെങ്കിൽ ഇന്ന കമ്പ്യൂട്ടർ സെന്ററില്, അല്ലെങ്കിൽ ഇന്ന കോളേജിലാണ്, അല്ലെങ്കിൽ ഇന്ന സ്ഥലത്താണ് എന്ന് കൃത്യമായ ഒരു വിവരം നിങ്ങൾക്ക് എപ്പോഴേ കിട്ടുള്ളൂ, അഡ്മിറ്റ് കാർഡ് വരുമ്പോഴേ കിട്ടുള്ളൂ. ഇതിന്റെ ഉദ്ദേശം സിറ്റി ഏതാണെന്ന് അറിയിക്കൽ മാത്രമാണ്. അതുകൊണ്ട് ഇതില് എന്താ പറയാ, ഞങ്ങളുടെ സ്ഥലം പറഞ്ഞിട്ടില്ല, സെന്റർ പറഞ്ഞിട്ടില്ല, കോഴിക്കോട് എവിടെ പോയിട്ടാ പരീക്ഷ എഴുതാന്ന് അറിയില്ല എന്ന് പറഞ്ഞ് ബേജാറാവണ്ട, അത് വരും. ഇനി ആർക്കെങ്കിലും വെബ്സൈറ്റിൽ കയറിയിട്ട് ബുദ്ധിമുട്ടുണ്ടെന്നുണ്ടെങ്കിൽ ജസ്റ്റ് ഇന്നും നാളെ കൂടി ഒന്ന് നോക്കി നോക്കി. നാളെ കഴിഞ്ഞിട്ടും കിട്ടണില്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾ ഡിവൈസ് ഒക്കെ ഒന്ന് മാറ്റി നോക്കട്ടോ. ചിലപ്പോഴൊക്കെ ഫോണിൽ ആക്സസ് ചെയ്യാനൊക്കെ ബുദ്ധിമുട്ടുണ്ട്. അപ്പൊ നിങ്ങളൊന്ന് കമ്പ്യൂട്ടറിലോ അല്ലെങ്കിൽ അക്ഷയ സെന്ററിലോ എവിടെയൊക്കെ ഒന്ന് പോയിട്ടൊന്ന് ചെക്ക് ചെയ്യാം. നിങ്ങൾക്ക് അങ്ങനെയാണെങ്കിൽ ആക്സസ് ചെയ്യാൻ പറ്റും. നാളത്തോടെയും കിട്ടിയിട്ടില്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യുക, NTA ഒന്ന് മെയിൽ അയച്ചിട്ട് ഇവിടെ താഴത്ത് എങ്ങനെയാണ് കോൺടാക്ട് ചെയ്യേണ്ടത് എന്നുള്ള മെയിൽ ഐഡിയും സംഭവങ്ങളൊക്കെ എന്ത് ചെയ്തിട്ടുണ്ട്, ഹെൽപ്പ് ഡെസ്കിന്റെ നമ്പറും സംഭവമൊക്കെ ഒരു താഴത്ത് കൊടുത്തിട്ടുണ്ട്. ഫോർ മോർ ഡീറ്റെയിൽസ് എന്ന് പറഞ്ഞിട്ട് കാൻഡിഡേറ്റ്സിന് എന്ത് ചെയ്യാം, അവരെ വിളിച്ചുകൊണ്ട് ചോദിക്കാം. നല്ല ഡീറ്റെയിൽസും സംഭവങ്ങളൊക്കെ എന്ത് ചെയ്യും, അവർ പറഞ്ഞുതരും. ഓക്കെ, ഇതാണ് ഇന്റിമേഷൻ സ്ലിപ്പുമായി ബന്ധപ്പെട്ട് പറയാനുള്ളത്. ഇതല്ല നിങ്ങളുടെ പരീക്ഷയ്ക്ക് കയറാനുള്ള അഡ്മിറ്റ് കാർഡ്. ഇത് പ്രിന്റ് ഔട്ട് എടുത്തുകൊണ്ട് ആരും എന്ത് ചെയ്യരുത്, ഹാളിലേക്ക് ചെല്ലരുത്. ഇത് കാണിച്ചു കൊടുത്താൽ അവിടെ നിങ്ങളെ ഹാളിലേക്ക് കയറ്റുന്ന പ്രശ്നമില്ല. അത് നിങ്ങൾക്ക് അഡ്മിറ്റ് കാർഡ് എന്ന് പറഞ്ഞിട്ട് സെപ്പറേറ്റ് ഒരു ഡോക്യുമെന്റ് പിന്നീട് വരും. അത് വരുന്ന സമയത്ത് അത് ഡൗൺലോഡ് ചെയ്ത് കൊണ്ടുപോയാൽ നിങ്ങളെ ഹാളിലേക്ക് കയറ്റുള്ളൂ. അത് വരുന്ന ദിവസങ്ങളിൽ വരും. ഇത്രയുമാണ് അഡ്വാൻസ് ഇന്റിമേഷൻ സ്ലിപ്പുമായി ബന്ധപ്പെട്ടുകൊണ്ട് പറയാനുള്ളത്. ഇനി എന്തെങ്കിലും ഡൗട്ട്സ് ഉണ്ടെന്നുണ്ടെങ്കിൽ അതിലേക്ക് പോവാം. അത് ക്ലിയർ ചെയ്തിട്ട് നമുക്ക് അവസാനിപ്പിക്കാം. പ്രിന്റ് എടുക്കാൻ പറ്റുന്നില്ല എന്ന് പറയുന്നുണ്ട്. അവിടെ പ്രിന്റ് എന്ന് പറഞ്ഞൊരു ഓപ്ഷൻ ഉണ്ടാവുമല്ലോ. നിങ്ങളെ സ്ലിപ്പ് എടുത്തു കഴിഞ്ഞാൽ അതിന്റെ മുകളിൽ ടോപ്പ് റൈറ്റ് കോർണറിൽ, ഫോണിലൊക്കെ ആണെങ്കിൽ ടോപ്പ് റൈറ്റ് കോർണറിലായിട്ട് പ്രിന്റ് എന്ന് പറഞ്ഞൊരു ബട്ടൺ ഉണ്ടാവും. അത് കൊടുത്താൽ മതി. ഇൻ കേസ് നിങ്ങൾക്ക് എടുക്കാൻ കഴിയില്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾ ഏതെങ്കിലും ഒരു അക്ഷയ സെന്ററുമായിട്ട് എന്ത് ചെയ്യുക, ബന്ധപ്പെടുക, നിങ്ങൾക്ക് കിട്ടും. ഒരുവിധം എല്ലാവർക്കും അഡ്വാൻസ് ഇന്റിമേഷൻ സ്ലിപ്പ് കിട്ടിയതായിട്ട് കാണുന്നുണ്ട്. ആരോ എനിക്ക് 1 day 4 എക്സാം ഉണ്ട്, അപ്പോൾ 4 ഡിഫറെന്റ് സെന്റേഴ്സ് ആയിരിക്കുമോ വരുക? ഇല്ല, മാക്സിമം നിങ്ങൾ ഇടങ്ങാറാക്കാതിരിക്കാൻ വേണ്ടിയിട്ട് ശ്രമിക്കും. നിങ്ങൾക്ക് ഒരേ സെന്ററിൽ തന്നെ നിങ്ങളുടെ എല്ലാ പരീക്ഷയും ഉണ്ടാവും. അങ്ങനെ തന്നെ നമുക്ക് വിചാരിക്കാം. വേറെ ബുദ്ധിമുട്ടുകളൊന്നും ഉണ്ടാവില്ല. എവിടെ പോയിട്ടാണ് എഴുതേണ്ടത് എന്നുള്ളത് പിന്നീട് അറിയാം. എക്സാമിന് ആ സ്ലിപ്പ് മാത്രം പ്രിന്റ് എടുത്താൽ മതിയോ? ഈ സ്ലിപ്പ് അല്ല, ആ സ്ലിപ്പ് പ്രിന്റ് എടുത്താൽ മതി. അഡ്മിറ്റ് കാർഡ് വരുന്ന സമയത്ത് അഡ്മിറ്റ് കാർഡ് പ്രിന്റ് എടുത്തിട്ട് എന്ത് ചെയ്താൽ മതി, പോയാലും മതി. എവിടെ പോയിട്ട് എക്സാം എഴുതേണ്ടത് എന്നുള്ളത് പിന്നെ അറിയും. അതെ, അത് അഡ്മിറ്റ് കാർഡ് വരുന്ന സമയത്ത് നിങ്ങൾക്ക് അറിയാൻ പറ്റും എവിടെയാണ് എക്സാക്ട് നിങ്ങളുടെ എക്സാമിനേഷൻ സെന്റർ എന്നുള്ളത്. സർ, ഔട്ട് ഓഫ് ഇന്ത്യ ആകുമ്പോൾ എന്തെങ്കിലും ചേഞ്ച് ഉണ്ടാകും? പ്രത്യേകിച്ച് ചേഞ്ച് ഒന്നും ഉണ്ടാവില്ല. നിങ്ങൾ നോക്കി കഴിഞ്ഞാൽ നിങ്ങൾ കൊടുത്ത മെയിൻ ആയിട്ടുള്ള സിറ്റി ഏതാന്ന് വെച്ചാൽ അത് കാണാൻ കഴിയും. ഒരു കൺട്രിയിൽ 1-2 ഒക്കെ അല്ലേ ഉണ്ടാവുള്ളൂ. അപ്പൊ അതിൽ ഏതാണ് നമ്മൾ കൊടുത്തു വെച്ചാൽ ആ സാധനം തന്നെ വരും. വേറെ പ്രത്യേകിച്ച് മാറ്റമൊന്നും ഉണ്ടാവില്ല. എക്സാക്ട് സെന്റർ എവിടെയെന്നുള്ളത് അഡ്മിറ്റ് കാർഡ് വരുന്ന സമയത്ത് നിങ്ങൾക്ക് മനസ്സിലാവും. ഇനി പരീക്ഷയ്ക്ക് പോകുന്ന എക്സാമിന്റെ രീതി എന്താന്നൊക്കെ താഴത്ത് കൊടുത്തിട്ടുണ്ട്. സർ, ഡ്രസ് കോഡിനെ കുറിച്ചൊന്ന് പറയും. ഡ്രസ് കോഡിനെ കുറിച്ച് പറയുകയാണെങ്കിൽ പരീക്ഷയ്ക്ക് പോകുന്ന സമയത്ത് മാക്സിമം മെറ്റാലിക് സംഭവങ്ങൾ ഇല്ലാത്ത ഡ്രസ്സ് ഇടാൻ വേണ്ടിയിട്ട് ശ്രമിക്കുക. സ്ലീവ് അങ്ങനത്തെ സംഭവങ്ങളൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ അതൊന്ന് മടക്കി വെച്ച് പോകാതെക്കാൻ വേണ്ടി ശ്രമിക്കുക. അതൊക്കെ അവിടുന്ന് എന്ത് ചെയ്യും, സ്ലീവ് സംഭവങ്ങളൊക്കെ അവർ ഊരും. അതേപോലെ തന്നെ ഓർണമെന്റ്സ് ഒന്നും ഇടാതെക്കാൻ വേണ്ടി ശ്രമിക്കുക. വളയോ മാലയോ കമ്മലോ മുക്കുത്തിയോ അല്ലെങ്കിൽ എന്തെങ്കിലും മെറ്റാലിക് സംഭവങ്ങൾ ഉണ്ടെന്നുണ്ടെങ്കിൽ ഊരിടുക. മോതിരമൊക്കെ ഊരി വെക്കുക. വളയും സംഭവങ്ങളൊക്കെ ഇതാക്കി പോവുക. ഇനി ഇൻ കേസ് ഊരാൻ കഴിയാത്ത മോതിര സംഭവങ്ങളൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ ചിലപ്പോൾ അവിടുന്ന് എന്തെങ്കിലുമൊക്കെ അഡ്ജസ്റ്റ് ചെയ്ത് തരുമായിരിക്കും എന്ന് വിചാരിക്കാം. മൂക്കുത്തിയ സംഭവങ്ങളൊക്കെ ഊരാൻ പറ്റാത്തത് ഇൻ കേസ് മറന്നു പോവുകയാണ്, ആ വെപ്രാളത്തിന് എടുക്കുന്നുണ്ടെങ്കിൽ കുഴപ്പമില്ല, അവരെ ഒന്ന് സെല്ലോ ടാപ്പ് വെച്ചിട്ട് സീൽ ചെയ്ത് തന്നോളും. അങ്ങനെ കയറാൻ പറ്റും, ബുദ്ധിമുട്ടില്ല. മാക്സിമം ലൈറ്റ് ആയിട്ടുള്ള സംഭവങ്ങൾ ഇട്ട് പോവാ. ഇങ്ങനെ ഭയങ്കര ഫാഷനബിൾ ആയിട്ടുള്ള, അല്ലെങ്കിൽ ഫാഷനെ എതിർക്കുക എന്നുള്ളതല്ല കേട്ടോ. എന്താ പറയാ, ആകെ ഭയങ്കര ആഷ് പോഷ് ആയിക്കൊണ്ട് കുറെ ഡ്രസ്സും കുറെ ഓവർകോട്ടും ജാക്കറ്റും മൈമല ജാക്കറ്റും കുറെ അങ്ങനത്തെ ഒന്നും ഇട്ട് പോകരുത്. മാക്സിമം സിമ്പിൾ ആയിക്കൊണ്ട് പോകാൻ വേണ്ടി ശ്രമിക്കുക. കൈയുടെ ഷർട്ടും പാന്റോ അല്ലെങ്കിൽ അങ്ങനത്തെ എന്തെങ്കിലുമൊക്കെ ഏറ്റവും സിമ്പിൾ ആയിട്ട് പോവുക. കാരണം ഫ്രിസ്കിങ്ങും സാധനങ്ങളൊക്കെ ഉള്ളതാണ്. 2-3 സ്ഥലങ്ങളിൽ നിന്ന് എന്ത് ചെയ്യും, പരിശോധിക്കും. അതിന് ശേഷം നിങ്ങൾ ഉള്ളിലേക്ക് കയറ്റുള്ളൂ. ജസ്റ്റ് നിങ്ങളുടെ അഡ്മിറ്റ് കാർഡ്, ഇപ്പൊ ഞാൻ പറഞ്ഞില്ലേ കുറച്ച് കഴിഞ്ഞാൽ വരും എന്ന് പറഞ്ഞ ഒരു കാർഡ് ഉണ്ടല്ലോ, ആ കാർഡും നിങ്ങളുടെ ഒരു ഫോട്ടോഗ്രാഫ്, നിങ്ങൾ അതിൽ കൊടുത്തിട്ടുള്ള ഒരു ഫോട്ടോഗ്രാഫ് നിങ്ങൾ അതിൽ ഒട്ടിക്കണം. പ്ലസ് അഡീഷണൽ ഒരു ഫോട്ടോഗ്രാഫ് എടുക്കണം. അപ്പോൾ മൊത്തം 2 ഫോട്ടോ വരും. ഒന്ന് നിങ്ങൾ ഒട്ടിച്ചു പോകണം, പിന്നെ ഒരു ഫോട്ടോഗ്രാഫ് അല്ലാതെ എടുക്കണം. പിന്നെ നിങ്ങളുടെ തമ്പ് ഇംപ്രഷൻ അഡ്മിറ്റ് കാർഡിൽ വെക്കേണ്ടി വരും. അതൊക്കെ ആയിട്ട് പോവാ. പെന്ന് ചിലയിടത്ത് കയറ്റും, നിങ്ങൾ കയ്യിൽ എടുത്ത് നോക്കേണ്ടി ഒരു പെന്ന്.
ചിലപ്പോൾ അവർ ഉള്ളിൽ കയറ്റാൻ സമ്മതിക്കും, ചിലയിടത്ത് എന്ത് ചെയ്യും ഒരു പറയും ഉള്ളിൽ നിന്ന് പ്രൊവൈഡ് ചെയ്യുന്ന പറയും അവിടുന്ന് തരും. നിങ്ങൾക്ക് അങ്ങനെ എന്ത് ചെയ്യാം പോകാൻ പറ്റും. ഗേൾസ് പോകുന്ന സമയത്ത് ശ്രദ്ധിക്കുക, ഹിജാബ് പോലത്തെ സംഭവങ്ങളൊക്കെ ഇട്ട് പോകുന്ന കുട്ടികൾ ഉണ്ടാകും. അതൊരു പ്രശ്നമാണെന്നല്ല, അവിടെ പോകുമ്പോൾ നിങ്ങൾ കുറച്ച് നേരത്തെ പോകാൻ വേണ്ടി ശ്രമിക്കുക. ഈ ഫ്രിസ്കിങ്ങും ചെക്കിങ്ങും ഒക്കെ ഉള്ളതല്ല, അപ്പൊ സമയം എടുക്കും. അപ്പൊ അതിന് വേണ്ടിയിട്ട് എന്ത് ചെയ്യുക, അല്ല അഡ്മിറ്റ് കാർഡ് വരുന്ന സമയത്ത് കൃത്യമായിട്ട് എപ്പോഴാണ് ഗേറ്റ് ക്ലോസ് ചെയ്യുക ഓപ്പൺ ചെയ്യാന്നൊക്കെ പറയുക. ഏകദേശം 2 മണിക്കൂർ സമയം ഉണ്ടാവും. ഉദാഹരണം പറയുകയാണെങ്കിൽ 2:30ക്കാണ് പരീക്ഷ എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് 12:30 തൊട്ടിട്ട് എന്ത് ചെയ്യാൻ പറ്റും, ഹാളിൽ കയറാൻ പറ്റും. ഈ 2 മണിക്കൂർ സമയം എന്ന് പറയുന്നത് ഈ ഫ്രിസ്കിങ്ങിനുള്ള സമയമാണ്. അപ്പൊ ഇങ്ങനത്തെ ബുദ്ധിമുട്ടുകളുള്ള ആളുകൾ ഇപ്പൊ ഇവിടുത്തെ എന്ന് പറയുമ്പോൾ നോർത്ത് ഭാഗങ്ങളിലേക്കൊക്കെ നോക്കുന്ന സമയത്ത് ഇപ്പോൾ ഈ കത്തി പോലത്തെ സംഭവങ്ങളൊക്കെ കൊണ്ടുപോകുന്ന ചില മതവിഭാഗത്തിൽപ്പെട്ട ആളുകളുണ്ടാവും. അപ്പൊ അങ്ങനത്തെ ഫ്രിസ്കിങ് കൂടുതൽ ചെക്കിങ് ആവശ്യമുണ്ട് എന്ന് തോന്നുന്ന ആളുകൾ ഉണ്ടെന്നുണ്ടെങ്കിൽ, സെക്യൂരിറ്റിക്ക് കൂടുതൽ സമയം എടുക്കണവരുണ്ടെന്നുണ്ടെങ്കിൽ ഒരു നേരത്തെ എത്താൻ വേണ്ടി ശ്രമിക്കുക എന്നുള്ളതാണ്. അപ്പൊ അങ്ങനത്തെ കുട്ടികളൊക്കെ എന്ത് ചെയ്യുക, നേരത്തെ ചെല്ലുക. വേറെ ബുദ്ധിമുട്ടുകളൊന്നും ഉണ്ടാവില്ല. നിങ്ങൾ അങ്ങനെ ഹിജാബോ സംഭവങ്ങളോ യൂസ് ചെയ്യുന്നതുകൊണ്ട് പ്രത്യേകിച്ച് പ്രശ്നങ്ങളൊന്നും ഉണ്ടാവില്ല. ഈ രൂപത്തിൽ മാക്സിമം ലൈറ്റ് ആയിട്ടുള്ള ഡ്രസ്സ് ഇട്ടിട്ട് എന്ത് ചെയ്യുക പോകാൻ വേണ്ടി ശ്രമിക്കുക. മൊബൈൽ ഫോൺ സാധനങ്ങൾ അധികം ഒന്നും ഹോൾഡ് ചെയ്ത് പോകരുത്. ഒരു ദിവസം 4 എക്സാം ഉള്ള ആൾക്കാരൊക്കെ ഉണ്ടാവും. ഓരൊക്കെ എന്ത് ചെയ്യുക, ഫുഡും സാധനങ്ങളൊക്കെ ആയിട്ട് പോവുക. നിങ്ങളെ ഓരോ പരീക്ഷയും ഇൻഡിപെൻഡന്റ് ഓഫ് ഈച്ച് അതർ ആണെന്ന് എന്ത് ചെയ്തിട്ടുണ്ട്, അതിൽ പറഞ്ഞിട്ടുണ്ട്. അതിന്റെ ഇടയിലുള്ള ബ്രേക്ക് എത്രയാണെന്നുള്ളതൊക്കെ നിങ്ങൾക്ക് അവിടെ കാണാൻ പറ്റുള്ളൂ. ഓരോ പരീക്ഷ കഴിഞ്ഞാലും മിക്കവാറും നിങ്ങൾ ഹാളിൽ നിന്ന് പുറത്തിറങ്ങിക്കൊണ്ട് വീണ്ടും ബയോമെട്രിക് നടത്തി തിരിച്ചു കയറേണ്ട രൂപത്തിലായിരിക്കും ഷെഡ്യൂൾ ചെയ്തിട്ടുണ്ടാവുക എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. കൃത്യമായ സംഭവങ്ങൾ എന്താ, കൂടുതൽ കാൻഡിഡേറ്റ്സ് ഉള്ളതുകൊണ്ട് എന്തെങ്കിലും അളവുകൾ ഉണ്ടാവുമെന്ന് അറിയില്ല. അതവിടെ പോയാൽ തന്നെ നമുക്ക് മനസ്സിലാവുള്ളൂ. സോ എനിവേ അതിന്റെ ഇടയിൽ ഗ്യാപ്പ് ഉണ്ടാവും. ഇപ്പോൾ ഫുഡ് സാധനങ്ങളൊക്കെ കൊണ്ടുപോകുക, വെള്ളമൊക്കെ കൊണ്ടുപോകുക. നല്ല ചൂടാണ്, ഹെൽത്ത് ശ്രദ്ധിച്ചുകൊണ്ട് എന്ത് ചെയ്യാം എക്സാമിനേഷന് വേണ്ടി പോവുക. ക്ലിയർ ആയി എന്ന് വിചാരിക്കും. പിന്നെ എക്സാമിന്റെ ടൈമും സാധനങ്ങൾ പറഞ്ഞിട്ടുണ്ട്, നിങ്ങൾ ശ്രദ്ധിച്ചു എന്ന് വിചാരിക്കുന്നു കേട്ടോ. നിങ്ങളുടെ എഡ്യൂക്കേഷൻ സ്ലിപ്പിന്റെ താഴത്ത് ഒരു റെഡ് കളറിൽ കൊടുത്തിട്ടുണ്ടാകും 40 ഔട്ട് ഓഫ് 50 അല്ലെങ്കിൽ 50 ഔട്ട് ഓഫ് 60 ആണ് നിങ്ങൾ ക്വസ്റ്റ്യൻസ് അറ്റൻഡ് ചെയ്യേണ്ടത് എന്നുള്ളത് പറഞ്ഞിട്ടുണ്ടാകും. അതിലെന്തുണ്ട്, ആദ്യം അറ്റൻഡ് ചെയ്യുന്ന 40 ക്വസ്റ്റ്യൻ ആണ് പരിഗണിക്കാന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പൊ അതൊക്കെ നിങ്ങൾ പരീക്ഷയ്ക്ക് എഴുതുന്ന സമയത്ത് ശ്രദ്ധിക്കണം കേട്ടോ. പൊതുവെ 45 മിനിറ്റ് സമയം തരുന്നത് എന്തിനാണ്, 50 ക്വസ്റ്റ്യൻ, അതിൽ നിന്ന് 40 എഴുതാം, 45 മിനിറ്റ് സമയം. ഇങ്ങനെയാണ് പൊതുവെ ഉള്ള ഒരു രീതി എന്ന് പറയുന്നത് അല്ലെ. അതിൽ 5 മാർക്ക്, ഒരു ഉത്തരം ശരിയായാൽ അതിന് +5, ഒരു ഉത്തരം തെറ്റിക്കഴിഞ്ഞാൽ -1. ആ രൂപത്തിലാണ് ഷെഡ്യൂൾ ചെയ്ത് എക്സാമിനേഷന്റെ ഒരു രീതി എന്ന് പറയുന്നത്. അങ്ങനെ മൊത്തം 200-ലാണ് പരീക്ഷ. എല്ലാവർക്കും അറിയാമെന്ന് വിചാരിക്കുന്നു. എന്തെങ്കിലും ഡൗട്ട്സ് ഉണ്ടെങ്കിൽ ചോദിക്കാം. ആദ്യം അറ്റൻഡ് ചെയ്യുന്ന 50 ക്വസ്റ്റ്യനിൽ നിങ്ങൾ ആദ്യം അറ്റൻഡ് ചെയ്യുന്ന 40 എണ്ണാണ് എന്ത് ചെയ്യുക, വാല്യുവേഷന് വേണ്ടിയിട്ട് പരിഗണിക്കുക. വാല്യുവേഷന് വേണ്ടി പരിഗണിക്കുക എന്ന് പറയുമ്പോൾ അതേ നോക്കുള്ളൂ, ആദ്യത്തെ 40. ഓക്കെ, ശ്രദ്ധിച്ചു എന്ത് ചെയ്യാം എക്സാം അറ്റൻഡ് ചെയ്യാൻ വേണ്ടി ശ്രമിക്കുക. ഇനി എന്തെങ്കിലും ഇന്റിമേഷൻ സ്ലിപ്പുമായി ബന്ധപ്പെട്ട് എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെന്നുണ്ടെങ്കിൽ ചോദിക്കാം. എന്തെങ്കിലും സംശയങ്ങൾ? ഉണ്ടോ? അല്ലെങ്കിൽ നമുക്ക് മീറ്റ് വൈൻഡ് അപ്പ് ചെയ്യാൻ കഴിയുമോ? ഓക്കെ ആണോ? ഡൗട്ട്സ് ഒക്കെ ക്ലിയർ ആണെന്നുണ്ടെങ്കിൽ ജസ്റ്റ് ഒന്ന് ചാറ്റ് ബോക്സിൽ ഒന്ന് പറയോ, ക്ലിയർ ആണെന്നൊന്ന് പറയോ. ഓക്കെ ആണ്, ക്ലിയർ ആണോ? ഫൈൻ, താങ്ക് യു. ഔട്ട്സൈഡ് ഇന്ത്യ വരുമ്പോ ടൈം EST തന്നെ അല്ലേ എന്നുള്ളത്. നിങ്ങളുടെ അഡ്മിറ്റ് കാർഡിൽ അല്ലെങ്കിൽ സിറ്റി ഇന്റിമേഷൻ സ്ലിപ്പിൽ ടൈമിന്റെ സമയം ഇത് കൊടുത്ത സ്ഥലത്ത് എന്ത് ചെയ്തിട്ടുണ്ടാവും, അത് വ്യക്തമായിട്ട് പറഞ്ഞിട്ടുണ്ടാവും കേട്ടോ. ഇൻ കേസ് അവിടുത്തെ ലോക്കൽ ടൈം ആണ് യൂസ് ചെയ്തിട്ടുണ്ടെങ്കിൽ അവിടെ മെൻഷൻ ചെയ്യും. അത് അഡ്മിറ്റ് കാർഡിൽ നോക്കുന്ന സമയത്ത് നിങ്ങൾക്ക് മനസ്സിലാവും. അതല്ല കോമൺ ആയിക്കൊണ്ട് വന്നതാണെന്നുണ്ടെങ്കിൽ IST. ഓക്കെ, അഡ്മിറ്റ് കാർഡ് വരുന്ന സമയത്ത് കൃത്യമായിട്ട് അതിൽ പറഞ്ഞിട്ടുണ്ടാവും എന്താണ് അവിടെ യൂസ് ചെയ്തിട്ടുള്ള ടൈം എന്നുള്ളത്. ലോക്കൽ ടൈം ആണെങ്കിൽ പറയും. ഓക്കെ, സോ ഓൾമോസ്റ്റ് എല്ലാ കാര്യങ്ങളും പറഞ്ഞിട്ടുണ്ട്, ക്ലിയർ ആയെന്ന് വിചാരിക്കും. എന്തെങ്കിലും ഡൗട്ട്സ് ഉണ്ടെന്നുണ്ടെങ്കിൽ ഗ്രൂപ്പിൽ ചോദിക്കുക. ഗ്രൂപ്പിൽ ഡിസ്കഷൻ നടക്കട്ടെ, കുറെ ആൾക്കാർക്ക് ഡൗട്ട് ഉണ്ടാവും.
ആർക്കെങ്കിലും ഇപ്പൊ ഡൗൺലോഡ് ആക്കാൻ പറ്റണില്ല, പ്രിന്റ് എടുക്കാൻ പറ്റില്ല എന്ന് പറഞ്ഞിട്ട് ബേജാറാവേണ്ട, സമയമുണ്ട്. ഇന്നലെ വന്നിട്ടുള്ളൂ. അപ്പോൾ നാളെയും കൂടി ശ്രമിക്കുക. നാളെയും കിട്ടുന്നില്ല എന്നുണ്ടെങ്കിൽ നമുക്ക് അതിനനുസരിച്ചിട്ടുള്ള ബാക്കി റെമഡിയൽ മെഷേഴ്സ് എടുക്കാൻ വേണ്ടിയിട്ട് മുന്നോട്ട് പോവാം. അപ്പോ പരീക്ഷന്റെ സ്ഥാനത്തിൽ ശ്രദ്ധിക്കുക. താഴത്തെ എന്ത് ചെയ്തിട്ടുണ്ട്, എക്സാമിനേഷനിൽ ആദ്യത്തെ 40 എണ്ണാണ് എടുക്കാന്നുണ്ട്. അപ്പൊ ഒന്ന് ആലോചിച്ച് കണ്ടിട്ടൊക്കെ എന്ത് ചെയ്യുക, ആൻസർ ചെയ്യാൻ വേണ്ടിയിട്ടുള്ള സംഭവങ്ങളൊക്കെ ആലോചിച്ച് ചെയ്യുക. ഓക്കെ, ആദ്യത്തെ 40 എണ്ണാകുമ്പോൾ ചിലപ്പോൾ അറിയാത്ത കുറെ ക്വസ്റ്റ്യൻസ് പരീക്ഷ അറ്റൻഡ് ചെയ്യുന്ന സമയത്ത് എന്ത് ചെയ്യും, ആദ്യം തന്നെ നമുക്കിപ്പോ ഒരു റൗണ്ട് വായിച്ചിട്ട് വീണ്ടും രണ്ടാമത് വന്നിട്ട് മാർക്ക് ചെയ്ത് പോകാനുള്ള സമയമൊന്നുമില്ല. ആകെ 45 മിനിറ്റ് ഉള്ളത് അല്ലെ. ഒരു ക്വസ്റ്റ്യൻ നമുക്ക് കൊടുക്കാൻ അത്ര ഉണ്ടാവുക, കഷ്ടി 1 മിനിറ്റും കുറച്ച് സെക്കൻഡ്സ് മാത്രമാണ് എന്ത് ചെയ്യാൻ ഉണ്ടാവുക, ഒരു ക്വസ്റ്റ്യനുമേ ചെലവഴിക്കാൻ വേണ്ടിയിട്ട് ഉണ്ടാകുക. അപ്പോൾ ആ സമയത്ത് നിങ്ങൾക്ക് വായിച്ചു പോയി പിന്നെ തിരിച്ചു വരാനൊന്നും ഉണ്ടാവില്ല. അപ്പോൾ നിങ്ങൾ ചെയ്യേണ്ടത് ആദ്യത്തെ 40 എണ്ണത്തിൽ എന്ത് ചെയ്യുക, കൃത്യമായി 100% അറിയുന്ന ക്വസ്റ്റ്യൻസ് മാത്രം എന്ത് ചെയ്യുക, ആദ്യം മാർക്ക് ചെയ്ത് പോവുക. എന്നിട്ട് ആ രൂപത്തിൽ നിങ്ങളുടെ 40 തൊട്ടിട്ട് 50 വരെയുള്ള ലിസ്റ്റിൽ ആ ഒരു എണ്ണത്തിന്റെ ഇടയിലുള്ള ഏതെങ്കിലും ക്വസ്റ്റ്യങ്ങൾ അറ്റൻഡ് ചെയ്തിട്ടുണ്ട് എന്നുണ്ടെങ്കിൽ അതിനനുസരിച്ചിട്ടൊക്കെ നിങ്ങൾ അറ്റൻഡ് ചെയ്യുന്ന ക്വസ്റ്റ്യന്റെ എണ്ണം മാറ്റി. നിങ്ങൾക്ക് ആലോചിച്ചാൽ മനസ്സിലാവുമെന്ന് വിചാരിക്കുന്നു. ഞാൻ ആ ലോജിക്ക് പറയാൻ തന്നെ ഒരുപാട് സമയം എടുക്കും. നിങ്ങളൊന്ന് ആലോചിച്ചും കണ്ടിട്ടൊക്കെ എന്ത് ചെയ്യുക, എക്സാമിൽ ക്വസ്റ്റ്യൻസ് അറ്റൻഡ് ചെയ്യാൻ വേണ്ടിയിട്ട് ശ്രമിക്കുക. കുറെ ആൾക്കാർ ഇനിയും ഇങ്ങനെ ചോദിച്ചുകൊണ്ടേ ഇരിക്കും, എന്താണ് ജേർണലിസം കാണുന്നില്ലല്ലോ, മലയാളം കാണുന്നില്ലല്ലോ, അറബി കാണുന്നില്ലല്ലോ എന്നുള്ളത്, എന്താണ് സംഭവം എന്നുള്ളത് ഇനി കുറച്ച് നിങ്ങളൊക്കെ തന്നെ ഗ്രൂപ്പിൽ പറഞ്ഞു കൊടുക്കാൻ വേണ്ടി ശ്രമിക്കുക. നിങ്ങളോട് ചോദിക്കുമ്പോൾ നിങ്ങൾ കുറച്ച് വലിയ ആൾക്കാരായിട്ടൊക്കെ എന്ത് ചെയ്യും, മാറാൻ വേണ്ടി ശ്രമിക്കും. അപ്പോൾ എനിവേ, ഓൾ ദി ബെസ്റ്റ്. എല്ലാവർക്കും മനസ്സിലായി എന്ന് വിചാരിക്കും. താങ്ക് യു.